ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാരണം ഒരു ദക്ഷിണേന്ത്യകളുടെ ഏറ്റവും വലിയ വെർസറ്റാലിറ്റി ഉള്ളൊരു ആക്ട്രസ്സാണ്. അങ്ങനെ ഒരാളുടെ മകളാണ്. അപ്പോൾ മനോജ് കെ ജയനും ഉർവശി. വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ഒരുമിച്ച് കേട്ടിരുന്നൊരു പേരാണ് മനോജ് കെ ജയനും ഉർവശി. ഇവർ വിവാഹിതരായിരുന്നു. പിന്നീട് അവർ വിവാഹമോചനം നേടി. അതിനുശേഷം കുറേ വർഷങ്ങൾ കടന്നുപോയി. ഇപ്പൊ വീണ്ടും അവർ വാർത്തകളിൽ നിറഞ്ഞു ഇരിക്കുകയാണ്. രണ്ടുപേരും ഒരുമിച്ച് നമ്മൾ വീണ്ടും പറയാൻ തുടങ്ങിയ ഒരു അവസരമാണിത്. അപ്പൊ എന്താന്ന് വെച്ചാല് ഇവർ കുറേ വർഷം മുൻപ്, ഒരു 10-12 വർഷം മുൻപ് ഡിവോഴ്സായി. അതിനു മുൻപ് ഇവരെ കുറിച്ച് പറയേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആളുകളാണ് രണ്ടുപേരും. നമുക്ക് സത്യത്തിൽ ഈ മലയാള സിനിമയിൽ അക്ഷരം തെറ്റാതെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കാൻ ഇത്രയും കഴിവുള്ള ഒരു നടി എന്ന് പറഞ്ഞാൽ അത് ഉർവശിയാണ്. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഈ ഉർവശി മനോജ് കെ ജയനെ വിവാഹം കഴിച്ചു. ഉർവശി അന്ന് ഒരു സീനിയർ ആർട്ടിസ്റ്റ് ആണ്. കാരണം കുറേ വർഷങ്ങളായിട്ട് അവരുടെ 13ാമത്തെ വയസ്സിൽ മുന്താണി മുടിച്ച് പറഞ്ഞ സിനിമയിൽ വന്നിട്ട് അന്ന് മുതൽ വർഷങ്ങളോളം മലയാള സിനിമയിൽ നിന്ന ഒരാളാണ് അവര് പേരായിട്ട് അഭിനയിക്കാത്ത നടന്മാരില്ല. മമ്മൂട്ടിയുടെ ആണെങ്കിലും മോഹൻലാലിന്റെ ആണെങ്കിലും തമിഴിലുള്ള നടന്മാരുടെ കൂടെ ആണെങ്കിലും അതേപോലെ ജയറാം, പിന്നെ അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ എല്ലാവരുമായിട്ട് ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള ഒരു നടിയാണ് അവർക്ക് എല്ലാവരും മാച്ചാണ്. അവരെല്ലാവരുടെ കൂടെ അവരുടെ കെമിസ്ട്രി അത്രയും ചേരുന്നതാണ്. ആരുടെ കൂടെ അഭിനയിക്കുകയാണെങ്കിലും അത്ര നമുക്കതൊരു ഫീൽ ചെയ്യും. ആ വ്യക്തി ആ റോളാണ് ചെയ്യുന്ന, അത്ര ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരാളാണ് ഉർവശി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് അവരെ വർണ്ണിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ എത്രയോ സിനിമ ഞാനൊക്കെ റിപ്പീറ്റ് ചെയ്ത് കാണുന്ന മഴൽക്കാവടി ആണെങ്കിലും പൊന്മുട്ടയിടുന്ന താറാവാണെങ്കിലും ഒക്കെ എനിക്ക് അവരുടെ വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് മനോജ് കെ ജയനും. നമ്മളിപ്പോൾ ആദ്യം മനോജ് കെ ജയനെ ഞാൻ കാണുന്നത് മാമലകൾക്കപ്പുറത്ത് പറഞ്ഞ സിനിമയിലാണ്. അതിനു മുൻപ് ഒരു സീരിയല് കൈരളി വിലാസം ലോഡ്ജ് അങ്ങനെ എന്തോ ഒരു സീരിയലില് മനോജ് കെ ജയൻ അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെയാണ് ഈ മാമലകൾക്കപ്പുറത്ത് എന്നുള്ള സിനിമയില്. ആ സിനിമ നിങ്ങൾക്ക് അത്ര ആർക്കും അറിയുന്നുണ്ടായിരിക്കില്ലെങ്കിലും അതിലൊരു പാട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ടാണ്, വള നല്ല കുപ്പിവെള്ളം വാങ്ങിത്തരും ഞാൻ എന്നുള്ള പാട്ട്. അപ്പൊ അതിലൂടെയാണ് മനോജ് കെ ജയൻ സിനിമയിലേക്ക് വരുന്നത് വെച്ചാലും മനോജ് കെ ജയന്റെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ആദ്യത്തെ വേഷം സർഗം എന്ന് പറയുന്ന സിനിമയിലെ കുട്ടൻതമ്പുരാൻ എന്നുള്ള വേഷമാണ്. അതേപോലെ തന്നെ ആ സമയത്ത് തന്നെ അദ്ദേഹം പെരുന്തച്ചൻ എന്ന് പറഞ്ഞ സിനിമയിലും നല്ലൊരു അടിപൊളി റോള് ചെയ്തിരുന്നു. അപ്പൊ പിന്നീട് നല്ല നടനാണ്. നമ്മൾ വെങ്കലത്തിലൊക്കെ നല്ല സൂപ്പറായിട്ട് മനോജ് കെ ജയനെ കാണുന്നു. വില്ലൻ വേഷത്തിൽ, വളയത്തിലൊക്കെ വില്ലൻ വേഷത്തിൽ നമ്മൾ കാണുന്നു. അപ്പോൾ ആ സമയത്ത് മനോജ് കെ ജയനും ഉർവശിയും വിവാഹിതരായി. മനോജ് കെ ജയൻ എന്ന് പറഞ്ഞാൽ ഉർവശി സിനിമയിൽ വന്നിട്ട് എത്രയോ കാലം കഴിഞ്ഞിട്ട് സിനിമയിൽ വന്ന ആളാണ്. അവര് തമ്മിൽ ഇഷ്ടപ്പെട്ടു, വിവാഹിതരായി. അവർക്ക് കുഞ്ഞാറ്റ പറഞ്ഞ മോളുണ്ടായി. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവർ ആ വിവാഹബന്ധം വേർപ്പെടുത്തി. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ വിവാഹബന്ധവും വേർപ്പെടുത്തുമ്പോൾ ചില ആളുകള് വളരെ സൈലന്റ് ആയിട്ട് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പരസ്പരം കരിവാരി തേക്കാതെ ആരും അറിയിക്കാതെ പിരിഞ്ഞു പോകും. ഇപ്പൊ നമ്മള് മഞ്ജുവാരുടെയും ദിലീപിന്റെയും കാര്യത്തിലാണെങ്കിൽ നമ്മൾ ഒരുപാട് എല്ലാവരും അതാണ് ഇതാണ് എന്നൊക്കെ ഊഹിക്കുന്നുണ്ടെങ്കിലും അവരൊരിക്കലും തമ്മിൽ കുറ്റപ്പെടുത്തിയിട്ട് ദിലീപ് ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ മഞ്ജുവാര് അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്, അങ്ങനെ ഒരു തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാതെ വളരെ മാന്യമായിട്ട് പിരിഞ്ഞു പോയിട്ടുള്ള രണ്ടുപേരാണ് അവർ. ചില ആളുകൾ പിരിയുമ്പോൾ അവരത് മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി അത് ചെയ്ത് ശരിയായില്ല, ഇത് ചെയ്ത് ശരിയായില്ല പറഞ്ഞ് കേസൊക്കെ മാക്സിമം, കുട്ടികളുണ്ട് വെച്ചാൽ കുട്ടികളുടെ കസ്റ്റഡി കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാക്സിമം കുറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അങ്ങനെയൊക്കെ പിരിഞ്ഞു പോകുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട് അല്ലേ. ഇപ്പോൾ ബാല അമൃത കേസിലാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെ കേസിലും പിന്നെ പരസ്പരം കുറ്റം പറഞ്ഞ് ബാല അത് കഴിഞ്ഞിട്ട് എലിസബത്തിന് വിവാഹം കഴിച്ച് എലിസബത്തുമായിട്ട് പിരിയുന്ന സമയത്തും ഇതേപോലെ ആരോപണം, അങ്ങനെ എപ്പോഴും ഇങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തി പിരിഞ്ഞു പോകുന്ന മനുഷ്യന്മാരെ നമ്മൾ കാണാറുണ്ട്. ബാലാമൃത കേസിൽ അമൃത അങ്ങനെ വലിയ ആരോപണങ്ങളൊന്നും ആദ്യമൊന്നും ഉന്നയിച്ചിട്ടില്ലെങ്കിലും പിന്നീട് പല അവസരങ്ങളിലും പറയേണ്ടി വന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടേ ഉള്ളൂ വെച്ചാലും എല്ലാവരുടെയും കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാവുന്ന വിധത്തിൽ അവർ പെരുമാറാറുണ്ട്. അതേപോലെ തന്നെ പിരിയുന്ന സമയത്ത് കുറ്റപ്പെടുത്തിയിട്ട് പിരിഞ്ഞു പോയിട്ടുള്ള രണ്ടുപേരാണ് ഉർവശി, മനോജ് കെ ജയനും. അപ്പൊ എന്താന്ന് വെച്ചാല് ഉർവശി അത്രയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു അവസരത്തിൽ മനോജ് കെ ജയൻ ഒരുപാട് പറഞ്ഞതുകൊണ്ട് ഉർവശിയും പിന്നീട് ഒരുപാട് കുറ്റപ്പെടുത്തി പറയുണ്ടായി. ആ സമയത്തുള്ള വിഷ്വൽസ്, ആ സമയത്ത് അവർ കോടതിയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളും ഒക്കെ അന്നത്തെ ന്യൂസ് ചാനലുകളൊക്കെ കാണിച്ചിട്ട് നമുക്കൊക്കെ അറിയുന്നത് തന്നെയാണ്. കാരണം പിന്നീട് യൂട്യൂബിൽ കിടക്കുന്നതുകൊണ്ട് നമ്മളത് മറന്നുപോയില്ല, നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ഇപ്പൊ വീണ്ടും ഇത് ചർച്ചയാവാൻ കാരണം എന്താന്ന് വെച്ചാൽ ഉർവശിയുടെയും മനോജ് കെ ജയന്റെയും മോള് കുഞ്ഞാറ്റ എന്ന് വിളിക്കുന്ന തേജാലക്ഷ്മി, ആ കുട്ടി ഇപ്പൊ ഒരു സിനിമയിൽ നായികയായിട്ട് അഭിനയിക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ ഒരു പ്രസ് മീറ്റ് നടക്കുന്ന സമയത്ത് മനോജ് കെ ജയൻ വളരെ ഇമോഷണൽ ആയിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചു. മോൾ അഭിനയിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു, മോള് പോയിട്ട് അമ്മേനോട് ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് പറ. അവര് എന്ന് പറഞ്ഞാല് സൗത്ത്
ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു അത്രയും ബെസ്റ്റ് ഒരു ആക്ട്രസ് ആണ്. അപ്പൊ അവരുടെ അഭിപ്രായം, അവരുടെ അനുഗ്രഹം വേണം, അതുകൊണ്ട് നീ പോയിട്ട് അവരോട് സംസാരിക്കുക എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ മനോജ് കെ ജയൻ കരഞ്ഞു എന്നല്ല, വിതുമ്പി, വളരെ ഇമോഷണൽ ആയിട്ട് വിതുമ്പി. അതിനുശേഷം ആദ്യം ഞാൻ പറഞ്ഞത്, ഇത് അമ്മയെ അറിയിക്കുക, മോളുടെ അമ്മയെ അറിയിക്കണം. അതിനുവേണ്ടി ചെന്നൈയിൽ പോയാലും കുഴപ്പമില്ല, ഉർവശിയോട് പോയി ഈ കാര്യം പറയണം. അവരുടെ അനുഗ്രഹമാണ് ആദ്യം മേടിക്കേണ്ടത്. കാരണം ഒരു ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ വെർസറ്റാലിറ്റി ഉള്ളൊരു ആക്ട്രസ്സാണ്. അങ്ങനെ ഒരാളുടെ മകളാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഒരുപാട് മോശം കമൻറ്റുകൾ വന്നു. കമൻ്റ് എന്താന്ന് വെച്ചാൽ, നീ ഇപ്പോൾ ഈ കരയുന്ന കരച്ചിലൊന്നും കാണിക്കണ്ട, പണ്ട് നീ എന്താ ചെയ്തതെന്ന് ഞങ്ങൾക്കറിയാം, പണ്ട് ആ ഉർവശി കള്ളു കുടിച്ചു വന്നു എന്ന് ആരോപണം ഉന്നയിച്ച ആളല്ലേ നീ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ കമൻറ്റുകൾ അടിയിൽ വരാൻ തുടങ്ങി. അപ്പോൾ ആ സംഭവം എന്താന്ന് വെച്ചാൽ, ഇവർ തമ്മിൽ ഡിവോഴ്സ് ആയ സമയത്ത് കോടതി ഈ കുട്ടിയെ കാണാൻ, ഈ കുട്ടി കുഞ്ഞാറ്റ മനോജ് കെ ജയന്റെ കൂടെയായിരുന്നു ഉണ്ടായിരുന്നത്, ഈ കുഞ്ഞാറ്റയെ കാണാൻ ഒരു ദിവസം അനുവദിച്ചിരുന്നു ഉർവശിക്ക്. അപ്പോൾ ഉർവശി അന്ന് വന്നപ്പോൾ ഉർവശി വളരെ ക്ഷീണിതയായിരുന്നു. ഉർവശി നടക്കുമ്പോൾ വീഴാൻ പോകുന്ന പോലെയൊക്കെയാണ് വന്നത്. അപ്പൊ അന്ന് മനോജ് കെ ജയൻ ആരോപണം ഉന്നയിച്ചിരുന്നു, ഉർവശി മദ്യപിച്ചിട്ടാണ് വന്നത്, ഉർവശി മദ്യത്തിന് വർഷങ്ങളായിട്ട് അടിമയാണ്, അതുകൊണ്ടാണ് ഈ വേർപിരിയലിലേക്ക് പോവേണ്ടി വന്നത് എന്നൊക്കെ മനോജ് കെ ജയൻ പറയണ്ടായി. മാനനഷ്ടം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. അസത്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോഴാണ് മാനം പോവുകയും മാനനഷ്ടത്തിന് കേസ് കൊടുക്കുകയും ചെയ്തു. ഈ അസത്യമായിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ തെളിവായിട്ട് അവരിന്ന് രാവിലെ ഒരു പ്രമുഖ പത്രത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഞാൻ മദ്യപിക്കാറുണ്ട്. അപ്പൊ അതന്ന് ഭയങ്കര ചർച്ചയായി. ഉർവശി അതിനെതിരെ രംഗത്ത് വന്നു. ഉർവശി പറഞ്ഞു, ഞാൻ മദ്യപിച്ചിട്ടില്ലായിരുന്നു, എനിക്ക് ചില ശസ്ത്രക്രിയ സർജറിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് എനിക്ക് ചില മെഡിസിൻ എടുക്കുന്നതുകൊണ്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അന്ന് അവശയായിട്ട് കണ്ടത്. പിന്നെ അത് മാത്രമല്ല, ചിലപ്പോൾ നേരത്തെ ഇതെങ്ങനെയൊക്കെ ആരോപണം ഉന്നയിച്ച സ്ഥിതിക്ക് ഇനി അവരെന്നെ വല്ല മെഡിസിനും തന്ന് ഇനി ആ ലെവലിലാക്കിയതാണോ അറിയില്ല. അങ്ങനെയൊക്കെയുള്ള കുറെ ആരോപണങ്ങൾ ഉർവശി മുന്നോട്ട് വെച്ചിരുന്നു. കോടതി ഉള്ളപ്പോൾ നിന്ന് കുറേ മീഡിയാസിനെ മുഴുവൻ വിളിച്ചു വരുത്തിയിട്ട് വെറുതെ അനാവശ്യങ്ങൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് വളരെ ദൂരെ വണ്ടിയിലിരിക്കുന്ന ഒരാളിനെ കുറിച്ച് ഇവിടെ നിന്ന് പെട്ടെന്ന് സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ ഇവർ നേരത്തെ പ്ലാൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള സംശയങ്ങളാണ് വരുന്നത്. ഞാനൊരു ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ നിന്ന് വീടുമായിട്ട് അങ്ങനെ നടക്കുകയാണ് കഴിഞ്ഞ ഒരു മാസമായിട്ട്. അപ്പോൾ നമ്മൾ പല ടാബ്ലറ്റ്സും കഴിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മനസ്സിൽ പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മുൻകൂട്ടി നമുക്ക് എന്തെങ്കിലും വേറെ വല്ല ടാബ്ലറ്റോ കാര്യങ്ങളോ നമുക്ക് വല്ലതും തന്നിട്ടുണ്ടാവുമോ എന്ന മനുഷ്യൻ്റെ സംശയങ്ങളാണ്. അല്ലെങ്കിൽ ഇത്ര കൃത്യമായിട്ട് നമ്മൾ വരുന്നതിന് മുൻപ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ പറയാൻ പറ്റും? പിന്നീട് ഉർവശി തന്നെ പല ഇന്റർവ്യൂയിലും പറഞ്ഞു, മനോജ് കെ ജയന്റെ വീട്ടിൽ നിന്നാണ് ഞാൻ മദ്യപാനം ശീലിച്ചത്, അവിടെ എല്ലാവരും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയായിരുന്നു. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവർ പിരിഞ്ഞത് എന്നത് ഭയങ്കര വാർത്തയായിരുന്നു. ചാനലുകളിലൊക്കെ അത് കാണിച്ചിരുന്നു. മനോജ് കെ ജയൻ ഇത് പറയാൻ വേണ്ടി കുഞ്ഞാറ്റേനെയും കൊണ്ടുവന്നിരുന്നിട്ടാണ് പ്രസ് മീറ്റ് നടത്തിയിട്ട് ഉർവശി മദ്യപാനിയായിരുന്നു അങ്ങനെയൊക്കെ ആ കുട്ടിയുടെ മുന്നിൽ വെച്ചാണ് പറഞ്ഞത്. അന്ന് തന്നെ അത് ഒരുപാട് വിമർശനങ്ങൾക്കൊക്കെ കാരണമായി. അതിൻ്റെ ഇടയിൽ ഒരുപാട് മോശം കമന്റുകൾ ഉണ്ടായി. ഉർവശിനെ സപ്പോർട്ട് ചെയ്ത് കമന്റ് വരുണ്ടായി. ഉർവശിനെ മോശമാക്കിയിട്ട് ഉർവശി പണ്ടേ മദ്യപിക്കുമായിരുന്നു, ഉർവശി ഹോട്ടൽ റൂമിൽ മദ്യപിച്ചിരിക്കുന്നത് കണ്ടവരുണ്ടെന്നൊക്കെ ഒരുപാട് മോശം കമന്റുകളൊക്കെ വന്നു. അങ്ങനെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടാണ് അന്ന് അവർ പിരിഞ്ഞത്. അപ്പോൾ ഇപ്പോൾ മനോജ് കെ ജയൻ ഉർവശിയെ കുറിച്ച് പറഞ്ഞ് കരഞ്ഞത് ഭയങ്കര അപരാധമായിട്ടാണ് നമ്മളെ സമൂഹം കണക്കാക്കുന്നത്. കാരണം പണ്ടിങ്ങനെ കുറ്റമൊക്കെ പറഞ്ഞവരല്ലേ, അതുകൊണ്ട് ഇപ്പോൾ വന്ന് കരയാൻ എന്താണ് അവകാശം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. നമ്മളിപ്പോൾ ഒരു കാര്യം ആലോചിക്കുകയാണെങ്കിൽ, ഇങ്ങനെ പിരിഞ്ഞു പോകുന്ന ആളുകൾ അത് അന്നത്തെ ഒരു ടൈമിൽ കാലം വായിക്കാത്ത മുറിവില്ല എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അന്നത്തെ ഒരു സമയത്ത് അവർ ഒരു കാലത്ത് ഒന്നിച്ച് സ്നേഹിച്ച് ജീവിച്ച് ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചവരും ജീവിച്ചിരുന്നവരുമാണ്. അവർക്കൊരു മോളുണ്ടായി, അവർ നല്ല ജീവിതം നയിച്ചായിരിക്കും, രണ്ടുപേർക്കും നല്ല ഒരുപാട് മെമ്മറീസ് ഉണ്ടായിരിക്കും. പിന്നീട് അവർക്ക് കൂടി യോജിക്കാൻ പറ്റാത്തപ്പോൾ പിരിഞ്ഞു. അപ്പോൾ അങ്ങനെ പിരിഞ്ഞു പോയ അവരെ കുറിച്ച് വളരെ മോശമായിട്ട്, അതെന്തോ ആരുടെയും ജീവിതത്തിൽ നടക്കാത്ത കാര്യം പോലെ ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വർഷങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ ആ സ്റ്റേജിൽ നിന്നൊക്കെ അവർ മാറിപ്പോയി. ചിലപ്പോൾ ആ സമയത്ത് മോശം കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു കളയും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടമില്ല, ഓർക്കാൻ നമ്മൾക്ക് വിഷമിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനഃപൂർവ്വം നമ്മളെ മനസ്സ് മറന്നു കളയാറുണ്ട്. ആ സമയത്ത് നല്ല മൂമെന്റ് മാത്രം, മെമ്മറീസ് മാത്രമേ നമ്മൾ ഓർമ്മയിൽ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഉർവശിയുടെയും മനോജ് കെ ജയന്റെയും കാര്യത്തിൽ അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. മനോജ് കെ ജയൻ അന്നത്തെ നല്ല കാലത്തിനെ കുറിച്ച് ഓർക്കുന്നുണ്ടായിരിക്കും, നല്ലൊരു ജീവിതമായിരുന്നല്ലോ എന്ന് ഓർക്കുന്നുണ്ടായിരിക്കും. അന്നുണ്ടായിരുന്ന മോശം കാലമൊക്കെ അദ്ദേഹം മറന്നു കളഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ഒരു സ്നേഹം ഉണ്ടായിരിക്കും. അതൊന്നും വേണ്ട, അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരിക്കും. ഉർവശി എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അഭിനയിച്ചിരുന്ന
അറിയുന്ന നടിയാണ്, അതിന്റെ റെസ്പെക്ട് അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെ അദ്ദേഹം പറഞ്ഞെന്ന് വിചാരിച്ചൂടെ. അല്ലാതെ അതിന്റെ അടിയിൽ പോയിട്ട് വളരെ മോശമായിട്ട് അന്ന് അങ്ങനെ പറഞ്ഞില്ലേ, ഇന്ന് ഇങ്ങനെ പറയുന്നത് എന്താന്നൊക്കെ പറയുന്നത്. കാലം വായിക്കാത്ത മുറിവുണ്ട്. ഇപ്പൊ നമ്മളെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഈ വീഡിയോസ് ഒക്കെ കിടക്കുന്നത് കൊണ്ട് അന്ന് അങ്ങനെ സംഭവിച്ചില്ലേ, അല്ലെങ്കിൽ നമ്മളത് ഓർക്കുവോ അന്ന് ഉർവശി അങ്ങനെ പറഞ്ഞിരുന്നു എന്ന്? ചെറുതായിട്ടൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കാം എന്നല്ലാതെ ഇത്ര കൃത്യമായിട്ട് ഓർക്കാൻ സാധ്യതയില്ല. അപ്പൊ അത് അന്ന് പറഞ്ഞത് അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ, പിന്നീട് മാറ്റങ്ങൾ വരിക, ഇതൊക്കെ സാധാരണ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ മനസ് കെ ജയൻ ഇത് പറയുന്നത് ആദ്യമായിട്ടല്ല. മനസ് കെ ജയൻ ഇതിനു മുൻപ്, വർഷങ്ങൾക്ക് മുൻപ്, പണ്ട് ഈ ഡബ് സ്മാഷ് ഒക്കെ ഉണ്ട്, ടിക്ടോക്ക് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഉർവശിയുടെ മോള് കുഞ്ഞാറ്റ ഡബ് സ്മാഷ് ചെയ്തിരുന്നു. അപ്പൊ ആ സമയത്ത് ഭയങ്കര ഹിറ്റ് ആയിരുന്നു. അന്ന് എല്ലാവരും, അന്ന് പത്രക്കാരൊക്കെ വന്നിട്ട് മനസ് കെ ജയനോട് മോള് ഇത് ചെയ്യുന്നതിനെ കുറിച്ച്, മോള് നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് മനസ് കെ ജയൻ പറയുന്നുണ്ട്, ഈ മോള് ഉർവശിയുടെ മകളാണ്. ഉർവശി എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിലെ മികച്ച നടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊന്നും ചെയ്യുന്നതിൽ യാതൊരു അത്ഭുതവും ഉണ്ടാവാൻ കാര്യമില്ലല്ലോ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കുഞ്ഞാറ്റയുടെ കുറേ ഡബ് സ്മാഷ് വീഡിയോസ് റിലീസായിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് ഹിറ്റാവുക മാത്രമല്ല, നല്ല ഏറ്റവും നന്നായി അഭിനയിക്കുന്നതുകൊണ്ട് ഭയങ്കര ക്രെഡിറ്റ് നേടിയെടുത്തു. അതിനെക്കുറിച്ച് എന്താ? ഇങ്ങനെ എല്ലാവരോടൊക്കെ പറഞ്ഞ ആശാത്തി പഠിത്തമൊക്കെ കളഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും. അതുകൊണ്ട് അതൊന്ന് നന്നായിട്ട് പഠിച്ചോട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പിന്നെ എപ്പോഴും നമ്മുടെ ഞാനൊരു ആക്ടർ, അവളുടെ അമ്മ ഉർവശി വലിയ ആക്ട്രസ്സാണ്. അപ്പോൾ ഞങ്ങളുടെ മകൾ എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ദൈവം ചിലപ്പോൾ അങ്ങനെ ഒരു വിധിയാണ് വെക്കുന്നതെങ്കിൽ അതിൽ സന്തോഷമുള്ളൂ. കാരണം നമ്മൾ ആക്ട്രേഴ്സാണ്. അപ്പൊ ഇന്നൊന്നുമല്ല, അദ്ദേഹം എത്രയോ തവണ അങ്ങനെ ഉർവശീനെ പുകഴ്ത്തിയിട്ടുണ്ട്. അല്ലാതെ ഒരാൾ പിരിഞ്ഞുപോയി അല്ലെങ്കിൽ അവർ തമ്മിൽ പിണങ്ങി ഡിവോഴ്സായി എന്ന് എഴുതിയിട്ട് അങ്ങനെ എപ്പോഴും മോശമാക്കിയിട്ട് മാത്രമേ അവരെ സംസാരിക്കാൻ പാടുള്ളൂ എന്നൊന്നും നിയമമില്ല. നമ്മൾ എത്രയോ സെലിബ്രിറ്റികളെ കണ്ടിട്ടുണ്ട്, അവര് അന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അവർ ചിലപ്പോൾ പരസ്പരം അന്ന് കേസിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അനുകൂല വിധി വരുന്നതിന് വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അന്നത്തെ അത്രയും ഭയങ്കര ദേഷ്യത്തിലുള്ള അവസ്ഥയിൽ ഒക്കെ അവർ പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവർ നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ അമീർ ഖാന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അമീർ ഖാന്റെ ആദ്യത്തെ ഭാര്യ ഇപ്പൊ കുറച്ച് പ്രായമായി, അവർക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് തടിയൊക്കെ കൂടി, അപ്പൊ അവർക്ക് നടക്കാനൊക്കെ സ്വാഭാവികമായിട്ടും കാലിനൊക്കെ പ്രശ്നങ്ങളുണ്ട്. അമീർ ഖാനെ നമ്മൾ എപ്പോഴും ഒരു ചെറുപ്പക്കാരനായിട്ട് അങ്ങനെയാണ് കാണുന്നത് അല്ലെ. അപ്പൊ അമീർ ഖാൻ ഇപ്പൊ അടുത്ത് ഒന്നിച്ചൊരു ഫംഗ്ഷന് പങ്കെടുത്തപ്പോൾ ആ അദ്ദേഹത്തിന്റെ ആദ്യത്തെ വൈഫിനെ കൈ പിടിച്ച് സ്റ്റെപ്പ് ഇറക്കുന്ന ഒരു മനോഹരമായ വീഡിയോ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഈ വിരോധം, ഒരാളോടുള്ള ദേഷ്യം, എത്രയോ വർഷം ഒന്നിച്ച് സ്നേഹിച്ച് ജീവിച്ചവരാണല്ലേ, അവരോട് അങ്ങനെ ഒരു വലിയ ദേഷ്യമൊന്നും നമ്മളെ മനസ്സിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്നത്തെ ദേഷ്യത്തിന് അവർ പിരിഞ്ഞുപോയി, അന്ന് തോന്നിയ കാര്യങ്ങളൊക്കെ വായിൽ തോന്നിയൊക്കെ വിളിച്ചു പറഞ്ഞു എന്നല്ലാതെ വർഷങ്ങളോളം ആ ദേഷ്യം നിലനിൽക്കണമെന്നൊന്നുമില്ല. പിന്നെ അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായ മോളുണ്ട്. ആ മോള് ആദ്യം മുതലേ ഇപ്പൊ ഈ ഉർവശി ഇങ്ങനെ മദ്യപിക്കുന്നു, അങ്ങനെ വിഷയമാണ്, മോളെ വിടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവർ ഡിവോഴ്സ് ആയ ശേഷം പിന്നീട് ആ മോള് എത്രയോ തവണ ഈ ഉർവശിയുടെ കൂടെ പോയി നിൽക്കുന്ന വീഡിയോസും അവർ തമ്മിലുള്ള ഇന്റർവ്യൂവും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അവര് തമ്മിൽ അങ്ങനെ ആജന്മ ശത്രുക്കളൊന്നുമല്ല. എത്രയായാലും ഉർവശിക്കുണ്ടായ മോളാണത് അല്ലെ. പിന്നെ ആ അവസരത്തിലൊക്കെ കൽപ്പനയൊക്കെ ഒരുപാട് ഇന്റർവ്യൂ കൊടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. മനോജ് കെ ജയനുമായിട്ട് ഞങ്ങൾക്ക് നല്ല ബന്ധമാണ്, മനോജ് കെ ജയൻ എനിക്ക് അനിയനെ പോലെയാണ്. അന്ന് ഉർവശിയായിട്ട് കൽപ്പനയ്ക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അവർ മിണ്ടാതെയൊക്കെ കുറെ വർഷങ്ങൾ ഇരുന്നിട്ടുണ്ട്. അന്ന് ഇന്റർവ്യൂവിലൊക്കെ കൽപ്പന പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മനോജ് കെ ജയന്റെ അടുത്താണ് മോളുള്ളത്, കുഞ്ഞാറ്റുള്ളത്, കുഞ്ഞാറ്റിയായിട്ട് ഞങ്ങൾക്ക് അത്ര ബന്ധമുണ്ട്, അതുകൊണ്ട് കുഞ്ഞാറ്റിയായിട്ടുള്ള ബന്ധം മനോജ് കെ ജയനിലേക്ക് കൂടെ നീളുന്നു, അല്ലെങ്കിൽ മനോജ് കെ ജയനുമായിട്ടുള്ള ബന്ധം അതുകൊണ്ട് ഞങ്ങൾക്ക് മുറിഞ്ഞു പോകുന്നില്ല, അങ്ങനെ ഒക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മളെ കാഴ്ചപ്പാടിൽ നോക്കിയിട്ട് അവര് വർഷങ്ങളോളം മിണ്ടാതിരിക്കണം, അവരെ എപ്പോഴും പരസ്പരം കുറ്റപ്പെടുത്തി സംസാരിക്കണം എന്നൊന്നും വിചാരിക്കണതിൽ ഒരർത്ഥമില്ല. അദ്ദേഹം ഫേക്ക് ആയിട്ട് ആവണമെന്നില്ല ആ ഉർവശീനെ പുകഴ്ത്തി സംസാരിച്ചത്. അപ്പൊ എല്ലാവരും അതിന്റെ അടിയിൽ കമന്റ് ഇടുന്നത് ഈ പ്രൊമോഷന്, മോളെ പ്രൊമോട്ട് ചെയ്യാൻ എന്തിലും വലിയൊരു വാക്ക് അദ്ദേഹത്തിന് പറയാനില്ലല്ലോ, ഈ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഉർവശീന്റെ മകളാണെന്ന് നമ്മൾ ഓർമ്മിപ്പിച്ചത് എന്നൊക്കെ കമന്റുകളുണ്ട്. പക്ഷെ അങ്ങനെ ഒരു മനഃപൂർവ്വം അദ്ദേഹം പ്ലാൻ ചെയ്തത് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. മുൻപുള്ള ഇന്റർവ്യൂസിലും മനോജ് കെ ജയന്റെ പഴയ ഇന്റർവ്യൂസിലൊക്കെ കുഞ്ഞാറ്റേനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ മോളെ അടുത്തിരുത്തി മോളിന്റെ കയ്യിൽ ചാരിയിരിക്കും, എന്നിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോക്കും കൊടുത്തോണ്ടിരിക്കും, വർഷങ്ങളായിട്ട് അങ്ങനെയാന്നൊക്കെ ഉള്ളത് പറയുമ്പോൾ ഇതേപോലെ ഇമോഷണൽ ആയിട്ട് കരച്ചിൽ വരുന്നതൊക്കെ നമ്മൾ എത്രയോ വട്ടം കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോഴേക്കും ഇവരെ ഈ കാര്യം, പഴയ കാര്യം എല്ലാതും കൂടെ കുത്തി പൊക്കി കൊണ്ടുവന്നിട്ട് ഇങ്ങനെയും അവരെ മോശമാക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മള് മലയാളികൾ ഇങ്ങനെയാണ്,
നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്തായാലും അവരവരുടെ ജീവിതം സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ആ കുട്ടി സിനിമയിൽ വരട്ടെ, നല്ല നിലയിൽ. ആ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ, ഉർവശിയുടെ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ, ഉർവശിയുടെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഈ 3 സഹോദരിമാരാണെങ്കിലും 2 അനിയന്മാരാണെങ്കിലും ഇവരെല്ലാവരും സിനിമയിലുള്ളവരാണ്. അതേപോലെ കൽപ്പനയുടെ മോള് കഴിഞ്ഞ വർഷം 1-2 വർഷം മുൻപ് അഭിനയിക്കും എന്ന് പറഞ്ഞൊരു സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിരുന്നു. എന്താ അതിൻ്റെ റിസൾട്ട് എന്ന് എനിക്കറിയില്ല. എന്തായാലും അവരെല്ലാവരും അത്രയും നന്നായിട്ട് അഭിനയിക്കുന്ന, കൽപ്പനയ്ക്കൊന്നും പകരം വയ്ക്കാൻ നമുക്ക് ആരുമില്ല. അത്രയും ഒരു രസമാണ് അവരുടെ അഭിനയം കണ്ടിരിക്കാൻ. കൽപ്പനയും ജഗതിയും കൂടെയുള്ള ഒരു കോംബോ, അന്നത്തെ കാലത്തെ സിനിമകളൊക്കെ നമ്മൾ റിപ്പീറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമ. അപ്പോൾ ആ ഫാമിലിയിൽ നിന്നൊരു കുട്ടി മുന്നോട്ട് വരിക എന്ന് പറഞ്ഞാൽ അതത്ര കാണാനൊന്നും നല്ല കുട്ടിയല്ല എന്നൊക്കെയുള്ള കമൻറ്റ് അതിൻ്റെ അടിയിൽ ഞാൻ കണ്ടു. അത്ര ബെറ്റർ ഒന്നും അല്ലല്ലോ എന്നൊക്കെയുള്ള കമൻറ്റുകൾ കണ്ടു. പക്ഷെ അങ്ങനെയല്ല, അത് അത്രയും നല്ലൊരു കഴിവുള്ളൊരു അഭിനയിക്കാൻ. നമ്മൾ നെപ്പോക്കിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കും. അവർ അച്ഛൻ്റെ മോള് വരുന്നു, അമ്മയുടെ മോള് വരുന്നു, അവർ മുതലാക്കുന്ന അവസരം, അങ്ങനെയൊക്കെ നമ്മൾ പറയും. പക്ഷേ അത്രയും നന്നായിട്ട് അഭിനയിക്കുന്ന കുടുംബത്തിൽ നിന്ന് ഒരു യുവതലമുറ വരുന്നുണ്ട് വെച്ചാൽ അത് നമ്മൾ സന്തോഷിച്ച് അവരുടെ ആ ഒരു നമ്മളെ എൻ്റർടൈൻ ചെയ്യാനുള്ള ആ ഒരു കഴിവിനെ നമ്മൾ ബഹുമാനിച്ച് അവർ വരട്ടെ. നമുക്ക് കാണാമല്ലോ നന്നായിട്ട് അഭിനയിക്കുന്നത്, നമുക്ക് നല്ല രസമായിട്ട് കാണാമല്ലോ എന്നോർത്തിട്ട് അവർ വരട്ടെ, ആ കുട്ടികൾ വരട്ടെ. വെറുതെ ഇതൊക്കെ ഇതിൻ്റെ അടിയിൽ പോയിട്ട് കമൻ്റ് ഇട്ടിട്ട് അവരെ മോശമാക്കിയിട്ട് ഒക്കെ എന്ത് കിട്ടാനാണ്? അപ്പോൾ എന്തായാലും എല്ലാവർക്കും നന്ദി.